ഹായ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്കിന്നൊന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു കറങ്ങി നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഈ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, ഫാമിലിക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വേറെയുണ്ട്. ഇനി നിങ്ങൾക്ക് വല്ല കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് കാണേണ്ടതെങ്കിൽ അതിനുള്ളതുണ്ട്. പിന്നെ ഭയങ്കര പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. നമ്മളിതൊക്കെ കാണണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ നമ്മുടെ കൊറോണ നമ്മളെ ചതിച്ചു. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതൊന്നും ഇപ്പം കാണണ്ടെന്ന് വെക്കാം. കൊറോണ ഒക്കെ ഒന്ന് ശമിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയി ഇതൊക്കെ കാണാം. ഇതൊക്കെ ഇവിടെ ഓപ്പൺഡാണ്, എങ്കിലും നമ്മൾ ഇങ്ങനത്തെ അടഞ്ഞ സ്ഥലങ്ങളിൽ കഴിവതും പോകാതിരിക്കുകയാണ് നമ്മളെ സേഫായിട്ട് കരുതണമല്ലോ. ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് മ്യൂസിക് വായിക്കുന്നത് കേട്ടില്ലേ? ഇതെന്ന് പറയുന്നത് നമുക്ക് ഹോൾ ന്യൂയോർക്ക് സിറ്റിയിൽ എവിടെ പോയാലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു റീജിയനിൽ എപ്പോഴും കാണുന്ന ഒരു പരിപാടിയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ സെൻട്രൽ പാർക്കിലെ കാണിച്ചില്ലേ? അപ്പോൾ ഈ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലി പ്രൈം മിനിസ്റ്റർക്കെതിരെ ഇവിടെ ഒരു ചെറിയ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്ക എന്ന് പറയുന്നത് എങ്ങനെയാണ്, എല്ലാ രാജ്യക്കാരും ഉള്ളതുകൊണ്ട് അവരവരുടെ രാജ്യത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇവിടെ അവർ അതിനുള്ള ഒരു ചെറിയ സമ്മേളനം നടത്തി ഒരു പ്രൊട്ടസ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊട്ടസ്റ്റ് കാണും. ഏതെങ്കിലും രാജ്യക്കാർ അവരവരുടെ രാജ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അമേരിക്കയെക്കുറിച്ചോ അല്ലെ ആരെങ്കിലും കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊട്ടസ്റ്റ് കാണും. അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് അവർ തീരുമാനിച്ചത്. ഇപ്പോൾ ഈ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൻ്റെ മുന്നിലാണ്. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ വ്ലോഗിൻ്റെ അകത്ത് കാണിക്കാൻ പോകുന്നതെന്നല്ലേ? അപ്പം ഞാൻ ഈ വ്ളോഗിൻ്റെ അകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇപ്പം നമ്മൾ കൊറോണ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ ഡൈൻ ഇൻ ഇല്ല. അതായത് റെസ്റ്റോറൻറ്റിനകത്തിരുന്നുള്ള ഭക്ഷണം കഴിപ്പ് കുറവാണ്. ആദ്യമൊന്നും ഓപ്പൺ ആക്കിയിട്ടേ ഇല്ലായിരുന്നു. ഡെലിവറിയും ടേക്ക് ഔട്ടും ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഡൈൻ ഔട്ട് ആക്കിയായിരുന്നു. അപ്പം ഡൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഡൈൻ ഔട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഡൈൻ ഔട്ട് എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൻ്റെ വെളിയിലായിട്ട് അവരൊരു ചെറിയ ഓപ്പൺ എയർ സ്പേസ് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് അവരവർക്ക് കഴിക്കാനുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങൾ അവിടുത്തെ കസ്റ്റമേഴ്സിന് കഴിക്കാൻ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ന്യൂയോർക്ക് സിറ്റിയാണ്. മോറോവർ ന്യൂയോർക്ക് സിറ്റി അല്ലെങ്കിൽ പോലും ഇപ്പം ഒത്തിരി കൺട്രി റീജിയൻ അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും നമുക്കങ്ങനെ റോഡിൽ സ്പേസ് കാണുകയില്ല. അങ്ങനെയുള്ളപ്പോൾ അവർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസുകൾ കുറേയൊക്കെ അവരങ്ങ് യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടെ ഒന്ന് കെട്ടി തിരിച്ചെടുത്തിരിക്കുകയാണ് ഈ റെസ്റ്റോറൻറ്റ്സ് ഡൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഡൈൻ ഔട്ടുകളൊക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ നമുക്കൊന്ന് പോയി കാണാം. അതോടൊപ്പം തന്നെ വേറെ ഫുഡ് സർവീസസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഫുഡ് ട്രക്സ്. ഇപ്പം നിങ്ങൾ വന്ന വഴി കണ്ടു കാണാം അവിടെ ഫുഡ് ട്രക്സുകൾ. അങ്ങനത്തെ ഫുഡ് ട്രക്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വേറൊരു പാർക്കിലാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു റിവർ സൈഡിലുള്ളൊരു പാർക്ക്, ഈസ്റ്റ് റിവറിൻ്റെ സൈഡിലായിട്ടുള്ളൊരു പാർക്ക്, ഗാൻട്രി പ്ലാസ സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തിരിക്കാം. ഇനിയും അത് കണ്ടവർക്ക് മനസ്സിലാവും ആ പ്ലാസ പാർക്കിനെ പറ്റി. ഇനി ആ പാർക്കിനോട് ചേർന്നിട്ടുള്ള മറ്റൊരു പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു പാർക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. നിങ്ങൾക്ക് നടന്ന് ആസ്വദിക്കാൻ പറ്റുന്നൊരു പാർക്കാണ് അത്. ഇപ്പം നടക്കാനോ ജോഗിങ് ചെയ്യാനോ എന്തിനു വേണമെങ്കിലും ആഗ്രഹിക്കുന്നവർക്ക് നല്ല സൂപ്പറായിട്ട് പോയി ടൈം സ്പെൻഡ് ചെയ്ത് നടന്നോ ചാടിയോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ്. സോ ലെറ്റ്സ് ഗോ. കണ്ടോ ഫുഡ് ട്രക്കുകൾ കണ്ടോ? റോഡ് സൈഡിലെ എല്ലാ തരത്തിലും ഇന്ത്യൻ ഫുഡ് ട്രക്സുകൾ കാണും, ചൈനീസ് കാണും, പിന്നെ ബംഗ്ലാദേശീസ് കാണും. അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ട്രക്സ് ഉണ്ട്. മെക്സിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പല പല ടേസ്റ്റുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫുഡ് ട്രക്കിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ മതി. വലിയ വിലയൊന്നും കാണുകയില്ല. കുറേയൊക്കെ ഹലാൽ ഫുഡ്സാണ് ഇവിടെ. കാരണം ഒരുപാട് പല റിലീജിയസ് ബിലീഫ്സ് ഉള്ള ആൾക്കാരുള്ളത് കൊണ്ട്. പിന്നെ ഇതേപോലെ റോഡ് സൈഡിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതുപോലത്തെ ഷോപ്പുകളിൽ കിട്ടുന്ന സാധനങ്ങൾ, ലൈക്ക് പെയിൻറ്റിങ്സ് കാണും, പിന്നെ ജ്വല്ലറി കാണും. ഇപ്പോൾ ഈ കാണുന്നത് ഒരു പപ്പറ്റ് ഷോ ആണ്, ഹാൻഡ് മെയ്ഡ് പപ്പറ്റ്സ് വെച്ചിട്ടുള്ള.
അതൊരു ഹാൻഡ് മെയ്ഡ് പപ്പറ്റ്സിൻ്റെ ഷോ ആയിരുന്നു. എനിക്കൊന്ന് $5 എങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങളല്ല പേ ചെയ്തത്, അപ്പുറത്തുള്ളവർ പേ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റി. ഏതായാലും ഇതിപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇവിടെയുണ്ട് കുറേയധികം പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പോയി ഓപ്പൺ സ്റ്റോളുകളുണ്ട് നമുക്ക് കുറേ മേടിക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഇത് കണ്ടോ, ഇവിടെയും കുറേ ഫുഡ് ട്രക്കുകൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പം ഇത് കൊറോണയ്ക്ക് മുമ്പ് വരെ ഇത്രയധികം ഫുഡ് ട്രക്കിൽ സെയിലുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആൾക്കാർ ഒത്തിരി നിന്ന് മേടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇങ്ങനെ ഈ ഫുഡ് ട്രക്കിൽ നിന്ന് മേടിക്കുന്ന കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നമ്മുടെ ഒരു പ്രസിഡൻറ്റിനെതിരെ ആൻറ്റി ട്രംപ് ഉള്ള ബട്ടൺസ് വിൽക്കുന്നതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പറ്റുമോ? നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയോ ഇതുപോലെ ബട്ടൺസ് വല്ലതും വിൽക്കുകയാണെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? പക്ഷേ ഇവിടെ ഇതൊക്കെ നടക്കും. അതാണ് ഇവിടുത്തെ ഡെമോക്രസി എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാർക്ക് അവനവൻ്റെ ഇഷ്ടം അത് ഏത് രീതിയിലും പ്രകടിപ്പിക്കാം. അതിന് ആരും എതിര് നിൽക്കുകയൊന്നുമില്ല. ഇവിടെ ബൈഡൻ ഹാരിസ് പ്രൊമോഷനും ട്രംപിന് എതിരുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു തരത്തിലുള്ള ട്രക്കാണ് ഈ കാണുന്നത്. ഈ ട്രക്ക് എന്ന് പറയുന്നത് ഈ ഐസ്ക്രീം ട്രക്സ്. അത് എപ്പോഴും എവിടെയെല്ലാം കാണും. സമ്മർ ആയിക്കഴിഞ്ഞാൽ എല്ലാ പാർക്കുകളുടെയും സൈഡിൽ ഇങ്ങനെ ഓരോ ട്രക്കുകളായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഇതൊരു ഡൈൻ ഔട്ട് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇതിപ്പം ഞാൻ കാറിൽ പോയപ്പോൾ എടുത്തേക്കുന്ന വീഡിയോ ആണിതൊക്കെ. ഇനി ഇതിപ്പം ഒരു സ്കൂളിൻ്റെ ഔട്ട്സൈഡാണ് ഈ കാണുന്നത്. സ്കൂളിൽ പിള്ളേർ ചെന്ന് നിൽക്കുമ്പം അവർ സോഷ്യൽ ഡിസ്റ്റൻസിങ് നിന്ന് അവരെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ അകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ വെളിയിൽ നിൽക്കാനുള്ള അവർക്കുള്ള സ്പേസാണ്. ഇത് അവരുടെ പ്ലേ ഗ്രൗണ്ടാണ്. ശരിക്കും ഈ പോൾക്ക ഡോട്ട്സ് പോലെ നിങ്ങൾ കാണുന്ന ഓരോ സ്പേസ് പിള്ളേർക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് കളിക്കാനുള്ള. പക്ഷേ എങ്ങനെയാണ് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇവർ കളിക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഇത് അവരുടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അവിടെ അവിടെയും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ അകത്തും ഇന്നും ഔട്ടും റീജിയൻ വേറെ വേറെയാണ്, മിക്സപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇനി ഞാൻ പലതരത്തിലുള്ള ഡൈൻ ഔട്ട് റെസ്റ്റോറൻറ്റ്സ് കാണിച്ചു തരാൻ പോകുന്ന വഴിയെല്ലാം ചിലതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്ത് സൈഡുകൾ എടുത്തിട്ടുണ്ട്. ചിലത് ഫോളിയേജ് പ്ലാന്റ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ആർഭാടങ്ങളൊന്നും ഇല്ലാതെ തന്നെ സാധാരണ ചെയർ ഇട്ടിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെ വെളിവശത്തും നമുക്ക് കാണാൻ പറ്റും. ചിലർ ചുമ്മാ ഇങ്ങനെ ചെയറുകളായിരിക്കും ഇട്ടിരിക്കുന്നത്, ചിലർ വെറുതെ ഇങ്ങനെ ഒരു അംബ്രല്ല ആയിരിക്കും വെച്ചിരിക്കുന്നത്. പിന്നെ ചിലർ നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ഫോൾ ആയതുകൊണ്ട് ഫോളിൻ്റേതായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ആൾക്കാർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനൊരു ഫെസിലിറ്റിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ സാധാരണ ചെയേഴ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഓരോ സ്ഥലത്ത് നമുക്ക് കാണാം. ഇതുണ്ട്, ഫോൾ ആയതുകൊണ്ട് എല്ലാ കടകളിലും തന്നെ പലതരത്തിലുള്ള പംകിൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. പംകിൻ കാർവിങ്ങിനായിട്ടുള്ള. ഈ ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം, ഇതിൻ്റെ പാർക്കിംഗ് സ്പേസ് എടുത്തിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് എന്തുമാത്രം ഡിഫിക്കൽട്ടായി മാറിയിരിക്കുകയാണെന്നും കൂടെ നമുക്ക് ഇതിനൊരു വേറെ വശമുണ്ട്. അപ്പം നമുക്ക് സിറ്റിയിലൊരു പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കൂടെ ആയിക്കഴിഞ്ഞാൽ തന്നെ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇനി നമുക്ക് പാർക്കിലേക്ക് കിടക്കാം. ഇത് ഞാൻ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഗാൻഡ്രി പ്ലാസ സ്റ്റേറ്റ് പാർക്കിൻ്റെ സൈഡിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇനി പതുക്കെ മറ്റേ പാർക്കിലേക്ക് നടക്കാം. അപ്പോൾ എല്ലായിടത്തും കണ്ടോ നല്ല ഒരു ഗ്രീനിഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു മാസം കൂടെ കാണുകയുള്ളൂ.
അത് കഴിഞ്ഞിട്ടെല്ലാം തന്നെ പൊഴിഞ്ഞു പോവുകയും പിന്നെ ഈ എവർഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ്സും ട്രീസും ഒക്കെ മാത്രം തന്നെ ഇവിടെ കാണുകയുള്ളൂ നമുക്ക് ഇനിയും വന്നു കഴിഞ്ഞാൽ. മാത്രമല്ല ഇനിയിപ്പോൾ ഈ തണുപ്പായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാർക്കുകളിൽ വരാൻ ഭയങ്കര പാടാണ്. കാരണം ഈ വെള്ളത്തിൻ്റെ കാറ്റും എല്ലാം കൂടെ അടിച്ചു കഴിയുമ്പോഴേ ഭയങ്കര തണുപ്പായിരിക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സമ്മറിലും ഒക്കെ വരാൻ പറ്റിയത് ഇങ്ങനത്തെ പാർക്കുകളാണ് ബെസ്റ്റ് വരാൻ പറ്റിയത്. കൊറോണ കാലമാണെങ്കിൽ ആൾക്കാർക്ക് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ആൾക്കാരെല്ലാം. പ്രത്യേകിച്ച് ഈ ഫോള് ബിഗിനിങ് ആണ്. ഫോൾ ബിഗിനിങ്ങിൽ നല്ല കുറച്ച് ദിവസമെന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. ഇന്നെന്ന് വെച്ചാൽ നല്ല പ്ലസൻറ്റ് ഡേ ആണ്, ബ്യൂട്ടിഫുൾ വെതറാണ്. സോ ആൾക്കാരെല്ലാം തന്നെ ഇങ്ങനെയും അകത്ത് ഇരിക്കാതെ വെളിയിൽ വരാൻ നോക്കും. പ്രത്യേകിച്ച് ഈ അപ്പാർട്ട്മെൻറ്റ് ലൈഫിൽ ജീവിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വെളിയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. വീടുകളിൽ താമസിക്കുന്നവർ വീടും വെളിയിൽ വരും. പിന്നെ അപ്പാർട്ട്മെൻറ്റിലെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പാർട്ട്മെൻറ്റിലുള്ളവരെ എന്താ ഇതിന് ചുറ്റുമൊക്കെ പ്രത്യേകിച്ച് മാൻഹാട്ടൻ ആകുമ്പോൾ കൂടുതൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ തന്നെ വെളിയിൽ ചുറ്റും തന്നെ കുറേ റെസിഡൻഷ്യൽ ഏരിയ ഉള്ള സ്ഥലമാണിത്. അപ്പം ഇവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർക്കെല്ലാം വെളിയിൽ വന്ന് ഇവിടെ ഇരുന്ന് കാറ്റുകൊണ്ടിരിക്കാം. ഈവൻ എല്ലാവരും തന്നെ ഭക്ഷണമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ടെൻറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ടെൻറ്റൊക്കെ ഫിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി വൈകുന്നേരം ആകുമ്പോഴൊക്കെ തിരിച്ച് പോകുന്നത്. ഇനി നമുക്ക് പതിയെ ആ പാർക്കിലേക്ക് നടക്കാം. ശരിക്കും നടന്നു പോകുന്ന ഏറ്റവും സുഖം. നമുക്ക് അപ്പുറത്ത് പോയി പാർക്ക് ചെയ്യുന്ന ആ പാർക്കിലേക്ക് കയറുന്നേക്കാളും ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു പോയി ആ പാർക്കിലേക്ക് പോകുന്നത് തന്നെയാണ് കുറച്ചുകൂടെ ടൈം നമുക്ക് കിട്ടും സ്പെൻഡ് ചെയ്യാനും. മോറോവർ നമുക്ക് നടക്കാൻ പറ്റും. പിന്നെ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ്, ഇത്രയും നല്ല ഒരു സീനിക് സ്ഥലം, ഇതൊക്കെ ആരാ മിസ് ചെയ്യുന്നല്ലേ? അപ്പം ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചേ. അങ്ങനെ നടക്കുക. ഇതിലൂടെ നമുക്ക് നടന്ന് അങ്ങേയറ്റം വരെ പോകാം. എന്നിട്ട് അവിടെ കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൽ ഇരിക്കുകയൊക്കെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇവിടെ നിന്ന് നേരെ എതിർവശത്ത് നമ്മൾ കാണുന്നത് മാൻഹാട്ടനാണ്. മാൻഹാട്ടനിലെ ബിൽഡിങ്സ് ഒക്കെ തന്നെ ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. ഇനി നടന്ന് മടുത്തെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന പ്രായമായവർ പോലും നടക്കാൻ വരും ഇവിടെ. ഈ പ്രായമായവർ, ഇനിയിപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ എല്ലാവരും തന്നെ നടക്കാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ അഥവാ അവർക്ക് ക്ഷീണം തോന്നിയാൽ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഇരുന്ന് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ ഇതുപോലത്തെ സെയിം നെക്സ്റ്റ് സ്ട്രക്ചറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാലം പോലെയാണ്, കടൽപ്പാലം പോലെ ഉള്ളിലേക്ക് പോയേക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൽ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ കേട്ടോ നമ്മൾ നേരത്തെ കയറിയത് കാണാം. ഈ മാൻഹാട്ടനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം കാണുമ്പോൾ ഈ പില്ലറിൽ എഴുതിയേക്കുന്ന ഈ ലോങ് ഐലൻഡ് എഴുതിയേക്കുന്ന ഈ ലെറ്റേഴ്സ് ലൈറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് നോക്കി പോയുമ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഈ പാർക്ക് മുഴുവനായിട്ട് തന്നെ ഈ പാർക്കിൻ്റെ സൈഡിൽ കൂടെ ഈ ലൈറ്റ്സ് പിടിപ്പിച്ചിട്ടുണ്ട്, LED ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു ശരിക്കും ഒരു ഷാർപ്പ് ഫീച്ചേഴ്സ് കൊടുക്കും. ശരിക്കും ഈ പാർക്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ ലാൻഡ് മാസിന് ബോർഡർ ലൈൻ കൊടുത്തിരിക്കുന്ന പോലെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ പോകുന്ന ആളെ കണ്ടോ? ശരിക്കും ഒരു യങ് ലേഡിയാണ് അവർ. അവരുടെ മുടി മുഴുവൻ വൈറ്റ് കളറാക്കിയിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളാണ് നരയ്ക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നരപ്പിച്ച് നടക്കുക. ഈ കാണുന്ന ഒരു ഡോഗി പാർക്കാണ്. ഈ ഡോഗി പാർക്കിൽ 2-3 സെക്ഷനായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. ഓരോ ഡോഗിൻ്റെ ബിഹേവിയർ അനുസരിച്ച്. ചിലത് അഗ്രസീവ് ഡോഗ്സ് ഉണ്ട്, ചിലത് പാവം ഡോഗ്സൊക്കെ ഇല്ല. അതിനെയൊക്കെ കൊണ്ട് ഇരുത്താൻ പറ്റിയ പലരും കളിക്കാനും ഡോഗിനെ ഒന്ന് ഫ്രഷ് എയർ കൊള്ളിക്കാനും ഒക്കെയുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ പിള്ളേരെയും കൊണ്ട് പാർക്കിൽ പോകുന്ന പോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ ഡോഗിനെ ഭയങ്കര ആയിട്ട് കെയർ ചെയ്യുന്നവരൊക്കെ ഇല്ലേ, അവർ ഇങ്ങനെ ഡോഗിനെ ആയിട്ട് വന്ന് ഇങ്ങനെ പാർക്കിൽ വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്.
ഈ പാർക്കിൽ വന്ന് ചില പിള്ളേർ കൂട്ടാകുകയില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ ഡോഗി പാർക്കുകളിൽ വന്ന് ചില ഡോഗുകൾ കൂട്ടാവും. അങ്ങനെ ഡോഗുകൾ കൂട്ടാവുമ്പോൾ അവരുടെ പേരൻസ് കൂട്ടാവും, ഡോഗിയുടെ ഓണേഴ്സ്. അങ്ങനെ അവർ പേരൻസായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ ഡോഗി പാർക്ക്. പിന്നെ ഇവിടെ കുറേ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ചിലരൊക്കെ സ്വന്തമായിട്ട് ഈ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഇതൊക്കെ. ഈ കാണുന്നതൊരു സീപ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്തേക്കുന്നതാണ്. സീപ്ലെയിൻ ലാൻഡ് ചെയ്തിട്ട് അത് അവിടുന്ന് മൂവ് ചെയ്ത് വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്ത് അപ്പുറത്തൊരു ഡോക്കിംഗ് സ്റ്റേഷൻ, അപ്പുറത്തെ വെള്ളമായിരിക്കും അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഈ സ്റ്റാച്യു കണ്ടപ്പോൾ നമ്മുടെ മലമ്പുഴയിലെ ആ യക്ഷയുടെ സ്റ്റാച്യു ഓർമ്മ വന്നത്. വലിയ കുഴപ്പമില്ലാത്ത തിരക്ക് തന്നെ ഉണ്ട് ഇന്ന് പാർക്കുകളിൽ. പക്ഷേ എന്നാലും ആരും ഒത്തിരി ഇടിച്ചു തള്ളിയൊന്നും നടക്കുന്നില്ല. ശരിക്കും അതെനിക്ക് തോന്നി ഇവിടെ ഈ ടൂറിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ വന്നേക്കുന്നവർ തന്നെ ഈ ലോക്കൽ ഏരിയയിൽ താമസിക്കുന്നവരൊക്കെ തന്നെയാണ്. മനാഹട്ടനിലും ലോങ് ഐലൻഡിലും ഉള്ളവരൊക്കെ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. പക്ഷേ സാധാരണ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല തിരക്ക്, ഭയങ്കരം തിരക്കായിരിക്കും. ഈ കാണുന്ന ഏരിയ എല്ലാം പബ്ലിക് സ്പേസ് ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സൗകര്യം ഒക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ഡോറായിട്ട് പാർട്ടീസൊക്കെ ഓർഗനൈസ് ചെയ്യും. ഇപ്പോൾ അവിടെ ഒരാൾ ബർത്ത്ഡേ പാർട്ടി ഓർഗനൈസ് ചെയ്യുന്ന കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്കും വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഗനൈസ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ പാർട്ടീസ് ഒന്നും പറ്റുകയില്ലല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ ഔട്ട്ഡോർ പാർട്ടീസ്, ഏത് പാർക്കിൽ പോയാലും നിങ്ങൾക്കൊരു മിനിമം 2 പാർട്ടിയിലും കാണാൻ പറ്റും. ആ രീതിയാണിപ്പോൾ ഇവിടെ. ഈ പോകുന്ന ഈ ബോട്ടെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബസ് സർവീസ് പോലത്തെ സർവീസാണ്. ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അപ്പം ഈ സൈഡിലൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ പിക്ക് ചെയ്യുകയും ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത ഒരു സ്പോട്ടുണ്ട്, അങ്ങോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ ബസ് സർവീസ് പോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അവിടെ പോയി നോക്കി നിൽക്കുന്ന അവിടെ ഒരു കിളി പറക്കുന്നുണ്ട്, അത് നോക്കി നിന്നതാണ്.
നമ്മൾ ആ ഇരുന്ന സ്പോട്ടിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പം നമുക്ക് നടക്കാൻ മാത്രമായിട്ടുള്ള ജോഗ് ചെയ്യാനോ ഒക്കെ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ശരിക്കും ആ വാട്ടർ ബോഡിയുടെ ഒരു ബോർഡർ ലൈനായിട്ട് ഇവർ തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ ശരിക്കും ഈ കാട്ടിലെ പുല്ലായത്, പക്ഷെ അതൊരു നല്ല രീതിയിൽ പിടിപ്പിച്ച് കഴിഞ്ഞപ്പം ശരിക്കും അതിന് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ പല കളറിലെ പുല്ലുകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടക്കാം. പ്രത്യേകിച്ച് നല്ല ചൂടുള്ള ദിവസങ്ങളിലൊക്കെ വന്ന് ഇവിടെ ഈ സൈഡിൽ ഇരിക്കാനും സൗകര്യമുണ്ട് കേട്ടോ. ആ കാണുന്ന കല്ലുകളില്ലേ, ആ കല്ലുകളുടെ പുറത്തിരിക്കാൻ, അതിൻ്റെ അപ്പുറത്താണേലും സ്ഥലമുണ്ട് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെയൊക്കെ പോയി ഇരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുകയോ അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയോ, ചിലരൊക്കെ കഥ എഴുതുന്നവരുണ്ട്, പിന്നെ പടം വരയ്ക്കുന്നവരെയൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ ഇരുന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ പിന്നെ ഈക്കോസിസ്റ്റം എങ്ങനെയാണോ അത് അതേപടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതൊരു മാർഷ് ലാൻഡാണ്, അപ്പോൾ അത്ര ഏരിയ സോൾട്ട് മാർഷാണ്. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഈക്കോസിസ്റ്റത്തിന് പറ്റിയ പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് അവിടെ ഗ്രോ ചെയ്തിരിക്കുന്നത്. അതിന് ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മുകളിലൊരു വൈറ്റ് കളറിലൊരു സ്ട്രക്ചർ കണ്ടില്ലേ, ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നടന്നു പോയി അവിടെ കയറി ഇരിക്കാൻ പറ്റും. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നു കൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുകയോ ബുക്ക് വായിക്കുകയോ ഒക്കെ ചെയ്യാം. ശരിക്കും ഒരു വൈകുന്നേരങ്ങളിൽ നല്ല ഒരു ചൂട് കാപ്പിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇവിടെ ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ അധികം ആരും ഇല്ലാത്ത സ്ഥലമൊക്കെയാണ് മാസ്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇവിടെ എപ്പോഴും മാസ്ക് വെക്കണമെന്നൊന്നും. നമുക്ക് 6 ഫീറ്റിൽ ആളില്ലെന്നുണ്ടെങ്കിൽ മാസ്ക് വേണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇതിലെ കൂടെ ജോഗ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് വെച്ചേക്കുന്നത്. ഈ ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ള വഴികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ ഇറങ്ങാൻ പറ്റിയല്ല, കാരണം ഇവിടെ ഇങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കുന്ന കണ്ടില്ലേ ഇവിടെ ഒരു. പക്ഷേ ഇതുപോലെ അല്ലാതെ ശരിക്കും സൈഡിൽ ഇരിക്കാൻ പറ്റുന്ന റീജിയനായിട്ട് അപ്പുറത്തൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കെട്ടിയിട്ട സ്ഥലങ്ങളിൽ കയറി ഇരിക്കുവാണെങ്കിൽ നമുക്ക് സേഫ് ആയിരിക്കും. ഇപ്പം ഇതിലൊക്കെ ഇരിക്കാം കേട്ടോ, ഇരിക്കുന്നവരിയ്ക്കുകയും ചെയ്യും. ഇതൊക്കെ കടന്നുപോയി താഴെ പോയി ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും അവരുടെ ആവശ്യവും അനുസരിച്ച് വേണം പോയിരിക്കാൻ. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെടികളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. നാച്ചുറലി ഉണ്ടായിട്ടുള്ള ചെടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഇത് നല്ല ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു ഇത് ഡെയ്സിയുടെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിൻ്റെ താഴെക്കൂടെ കണ്ടോ ഒരു ഈ LED ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ആ ലൈറ്റെന്ന് ഇപ്പോൾ കൊച്ചു പോയി നോക്കുന്ന ആ സ്ഥലം, ആ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് രാത്രിയിലാകുമ്പം ഇവിടെ ഫുള്ള് ലൈറ്റഡ് ആക്കും. അന്നേരം നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. നമുക്ക് അത് മാത്രമല്ല, നമുക്ക് ഈ വഴികൾ കാണാനും ഇത് ഹെൽപ്ഫുള്ളാണ്. രാത്രിയാണെങ്കിലും നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പം വന്ന വഴി സൈഡിൽ കണ്ടോ കുറച്ച് ഭാഗത്ത് ബെഞ്ച് പോലെ നമ്മൾക്ക് കെട്ടിയിട്ടിട്ടുണ്ട്, മതിൽ പോലെ. ഇപ്പം കൊച്ചു കയറി നിൽക്കുന്ന അങ്ങനെ ഒരു സ്പോട്ടിലാണ്. അവിടെ നമുക്ക് ഇരുന്ന് ഇങ്ങോട്ട് കാലിട്ടോ അങ്ങോട്ട് കാലിട്ടൊക്കെ ഇരിക്കാം. പിന്നെ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലിരിക്കും. ഇപ്പോൾ 2 പേര് ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ. പിന്നെ ഇവിടെ കണ്ടോ കുറേ പുതിയ കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ശരിക്കും ഇത് ഇങ്ങനെയാണ് ശരിക്കും ന്യൂയോർക്കിൽ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റിയുടെ സൈഡിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ. അതെ, ജോഷനൊക്കെ പറയുന്ന പണ്ടൊക്കെ ഇവിടെ അധികം ആൾക്കാർക്കൊന്നും ഇല്ലാതെ അത്ര വിലയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ ആണെങ്കിൽ
കുറേയധികം വർക്കുകളൊക്കെ വന്ന് ഒരുപാട് ആൾക്കാരൊക്കെയായി. ഇപ്പം ഭയങ്കര ശരിക്കും ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു പോലെ തന്നെ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഏരിയയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രോജക്ട്സുകളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇതുപോലെ പാർക്കുകളൊക്കെ കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒരെണ്ണം പുതുതായിട്ടുണ്ടായ പാർക്കാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പല പ്രായക്കാർക്കും വന്ന് ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ടോ ഇങ്ങനെ ഒരു ബെഞ്ചൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം നടന്നു കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പതിയെ ഓടുകയോ നടക്കുകയോ ഒക്കെ ചെയ്യാം. ഇച്ചിരി പ്രായമുള്ളവരൊക്കെയാണ് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കി, റോസ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് റോസപ്പൂ ഉണ്ടായ ശേഷം നമ്മുടെ അതിൻ്റെ താഴെവശത്തുള്ള ഭാഗമില്ലേ, കായ പോലെ അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന, ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോംഗ്രാനൈറ്റ് ഇല്ലേ, മാതള നാരങ്ങ, അതിൻ്റെ കുഞ്ഞ് രൂപമാണെന്ന് തോന്നുകയല്ലേ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ കുറേ റോസസ് ഉണ്ട് കേട്ടോ ഇവിടെ, അതൊക്കെ നട്ടുപിടിപ്പിച്ചത് തന്നെയാണ്. പക്ഷേ ഈ പുല്ലാണ് ഇതിലേറ്റവും ഗംഭീരമെന്ന് പറയാം. പുല്ല് കാണാൻ ഏറ്റവും ഭംഗി ഇവിടെ, ഏറ്റവും കൂടുതലും പുല്ലാണ് കേട്ടോ. കാരണം എനിക്കൊന്നും മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ലല്ലോ പുല്ലാണെങ്കിൽ. ഇപ്പോൾ ഈ ഫോൾ കഴിയുമ്പോൾ ഈ പുല്ലെല്ലാം അങ്ങ് പോകും. പിന്നെ വിൻ്ററിൽ പുല്ലൊന്നും കാണുകയില്ല. പിന്നെ തന്നെ സ്പ്രിങ് ആകുമ്പോൾ വന്നോളും. നമ്മളിനി അങ്ങോട്ട് ഒത്തിരി കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ മുകളിൽ നേരത്തെ കണ്ട വൈറ്റ് സ്ട്രക്ചറില്ലേ, അതിൻ്റെ ഭാഗത്തേക്ക് കയറാൻ വേണ്ടി നമ്മളിപ്പുറത്തോട്ട് തിരിഞ്ഞ് മുകളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറുമ്പം ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇവിടെ ഔട്ട്ഡോർ ജിമ്മാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ ഓടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് എക്സസൈസ് ചെയ്യണം, കുറച്ച് ജിം എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സ്ട്രെങ്തനിങ് എക്സസൈസാണ് കേട്ടോ, മറ്റതൊന്നുമല്ല. അതൊക്കെ ചെയ്യാനുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഔട്ട്ഡോറാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഈ സിറ്റുവേഷനിൽ, കൊറോണയുടെ സിറ്റുവേഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. അപ്പോൾ ആ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ഈ അങ്ങനത്തെ ഔട്ട്ഡോർ ജിമ്മുകളും വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ട്രീകളൊക്കെ പുതുതായിട്ട് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് ഈ ട്രീയുടെ ഇടയിലൊന്നും കയറിയിരിക്കരുത്, ട്രീയെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ നല്ല വലിയ വലിയ മരങ്ങളായിട്ട് നിൽക്കുന്ന കാണാം, നല്ലൊരു കാടായിട്ടിരിക്കുന്ന കാണാം. കുറേ പിള്ളേർ ഇവിടെ പഠിക്കാനും വന്നിരിപ്പുണ്ട് കേട്ടോ. കുറേ പേര് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആണെന്ന് ഇതിൻ്റെ അകത്തിരുന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ വന്ന വഴിയാണ് ആ കാണുന്നത്. അതിലേക്കൂടെ നമ്മൾ വന്ന ആ ഓടാൻ പറ്റുന്ന നടക്കാൻ പറ്റുന്ന സ്ഥലമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വഴിയാണ് കാണുന്നത്. പക്ഷേ ആ വഴിയേക്കാൾ ഇപ്പം നമ്മൾ പോകുന്ന വഴി കുറച്ചുകൂടെ വീതിയുള്ള വഴിയാണ്. ഈവൻ സൈക്ലിംഗ് ഒക്കെ പോസിബിൾ ആയിട്ടുള്ള വഴിയാണിത്. ശരിക്കും ഈ വഴിയൊന്നും പെറ്റ്സിനെ അലൗഡ് അല്ലേ, എങ്കിലും കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ പെറ്റ്സിനെ കൊണ്ടുപോകും. നമ്മൾ നേരത്തെ കണ്ട ഡോഗി പാർക്കില്ലേ, ആ ഡോഗി പാർക്കിൽ മാത്രം ഈ പെറ്റ്സിനെ അലൗഡ് ആയിട്ടുള്ളൂ സത്യത്തിൽ. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടം ചെയ്യാമല്ലോ. ഇനി താഴെ കിടക്ക ഉണ്ടോ നമ്മൾ കണ്ട ആ യെല്ലോ കളറിലെ ആ ലീഫുള്ള മരമൊക്കെ കണ്ടോ, അതൊക്കെ ഫോള് ശരിക്കും ആയതിൻ്റെ ആ ലക്ഷണമാണ് കണ്ടോ, യെല്ലോ കളറിലെ ലീഫുകളൊക്കെ. ചില ലീഫുകളൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കാണാൻ പറ്റും റെഡ് കളറിലെ ലീഫുകളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഈ പുല്ലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എന്ത് ഭംഗിയല്ലേ ഈ പുല്ല് കാണാൻ. നമ്മൾ താഴേന്ന് കണ്ട ആ വൈറ്റ് സ്ട്രക്ചറാണത് കണ്ടോ, അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ലൈറ്റ് അതിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്, ലൈറ്റ് ഇങ്ങനെ ഇലമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ താഴെ കുറേ വ്ളോഗേഴ്സും ഒക്കെ നിൽപ്പുണ്ട്, കുറേ പേരുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർ. അതിൻ്റെ താഴെ കിടക്കുണ്ടോ ലൈറ്റ് ഇങ്ങനെ ഇലുമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടോ. ഈ വൈറ്റ് സ്ട്രക്ചറിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ ബെഞ്ചസും ഒക്കെ മാത്രമേ ഉള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള രീതിയിലുള്ള ഇതാണ്. ഒരു ഡെക്കാണ്, ശരിക്കും ഒരു വുഡൻ ഡെക്കിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ടാറ്റ ബൈ ബൈ പറയാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരിപ്പോൾ ഉണ്ടെങ്കിൽ
ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആ റെഡ് കളറിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെയുള്ള ഓൾ എന്നുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നിടം വരേക്കും ബൈ, ടേക്ക് കെയർ. Thank you so much for watching, guys.